വരുന്ന ഗുരുദർശന പഠന ക്ലാസിൻ്റെ 12ാം ദിവസമാണ്. ഇന്ന് പ്രഭാഷണം നടന്നത് ദിലീപ് കുറ്റ്യാനിക്കാട് ആണ്. കാലം, ദേശം, ചരിത്രം, ശ്രീനാരായണ ഗുരു എന്നാണ് വിഷയം. ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി അന്തർദേശീയ പഠന കേന്ദ്രത്തിൻ്റെ പ്രതിനിധി ശ്രീ കനകാംബൻ സാറിനെ നിക്ഷേപിക്കുന്നു. ഇന്ന് 12ാം ദിവസത്തെ പ്രഭാഷണത്തിനായി എത്തിയിട്ടുള്ളത് ശ്രീ മാധു ദിലീപ് കുറ്റ്യാനിക്കാടാണ്. അദ്ദേഹം ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റാഫാണ്. കൂടാതെ ഗുരുവിൽ ആകർഷനായിട്ടുള്ള പ്രഭാഷണങ്ങൾ, ലേഖനങ്ങൾ, പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. എഴുത്തുകാരനാണ് അദ്ദേഹം. ഈ ക്ഷേത്രത്തിലുള്ള കാലം, ദേശം, ചരിത്രം, ഗുരുവിൻ്റെ പ്രസക്തി എന്ന വിഷയത്തിൽ വിപുലമായുള്ള ക്ലാസ് നൽകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് കുറവായി പോയി എന്നുള്ള വിഷമം മാത്രമേ പോയിട്ടുള്ളൂ. സമയം ഞാൻ ടൈമിൽ വെച്ചു 2 വർഷം നിർത്തിയാൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സമയം വേണമെന്നാണ്. പരമാവധി ഒരു 3 വിഷയത്തിൽ ചരിത്രപരമായ കാര്യങ്ങളെല്ലാം സമയം 2 മണിക്കൂർ ടൈമാണ് കൂടി ചോദിക്കുന്നത്. വളരെ മുൻകാഴ്ചയാണ്. അപ്പോൾ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുന്നു. ശ്രീ ദിലീപ് കുറ്റ്യാനിക്കാട് അവരുടെ പ്രഭാഷണത്തിനായി ദർശനം എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് വേറെ സ്നേഹബഹുമാനമുള്ളവരെ ഒരുപാടൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. കുറച്ച് നേരം വർത്തമാനം പറയുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ, സമയത്തിന് ഭയങ്കര വിലയുള്ളൊരു സമയമുണ്ട്. അതുപോലെ തന്നെ സമയമറിഞ്ഞും ആളറിഞ്ഞും അറിവറിഞ്ഞും പേസാമലും ഒക്കെ പഴകുക എന്നാണ്. കുറച്ച് പറയുന്നതുകൊണ്ടായിരിക്കും വലിയ ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ പറയുമ്പോഴത്തേക്കും പറയുന്ന മനുഷ്യൻ മഹാനുഭാവനായിട്ടുള്ള ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉശിരനായ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയും വീണ്ടും 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 നമ്മൾ അത്ഭുതപ്പെടുത്തും. ഭഗവാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്ഭുതത്തോടു കൂടി അല്ലാതെ പറയാൻ കഴിയില്ല എന്നതാണ്. ഞാൻ ഇത് കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ മേ വായി തോന്നണത് പോതയ്ക്ക് പാട്ട്, ഇതാണല്ലോ. അങ്ങനെ പറയാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. ശരിക്കും ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊടുക്കും. ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ട് പോകാൻ കൊണ്ടുവന്നതാണെന്ന് വിചാരിക്കുകയും വേണ്ട. എൻ്റെ മുമ്പിലിരിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി ചെറുപ്പക്കാരുണ്ടായിരുന്നുവെങ്കിൽ വല്ലാത്ത സന്തോഷം ഉണ്ടായേനെ. വൈകുന്നേരങ്ങളിലെ ഇടങ്ങളിലേക്ക് ശ്രീനാരായണ ഗുരുവിനെ കൊണ്ടെത്തി കൊടുക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത നമുക്കുണ്ട്. ലോകം വല്ലാതെ ഭയപ്പെടുത്തുന്ന തരത്തിൽ യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങുന്ന അവസരത്തിൽ നമ്മൾക്ക് സമാധാനത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എന്തായി തീരേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്, ഒരു ജീവിതം മുഴുവനും മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് അത്ഭുതത്തോടുകൂടി നമ്മളോട് പറഞ്ഞു തന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് പേരെ ഉള്ളൂങ്കിലും കേൾക്കണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. കാരണം ഞാനങ്ങനെ നിർബന്ധിച്ച് കേൾപ്പിക്കുന്നതല്ല. പക്ഷെ നിങ്ങളോട് പറയാൻ ഞാനൊരു വലിയൊരു പ്രഭാഷകനും നിങ്ങൾ എന്നെ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ചെറിയ മനുഷ്യൻ, അങ്ങനത്തെ ഒരു ധാരണയില്ല. നമുക്ക് മിണ്ടിയും പറഞ്ഞും പോവാം, അങ്ങനല്ല മേ. അതാണ് എൻ്റെ ഒരു ശരി. അല്ല ഞാനിവിടെ വന്നിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തങ്ങ് തള്ളി തന്നിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് പോകുന്നതിലുള്ള ഇതല്ല. മറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും മനുഷ്യരായിരിക്കേണ്ടുന്നതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ചില തെറ്റായ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഞാനിങ്ങനെ തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. ജാതി നിലനിർത്താനുള്ള സ്ഥാപനങ്ങളല്ല, തകർക്കാനുള്ള സ്ഥാപനങ്ങളാണ് വേണ്ടത്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നറിഞ്ഞൂടാ. ജാതി നിലനിർത്താനുള്ള സ്ഥാപനങ്ങളല്ല, തകർക്കാനുള്ള സ്ഥാപനങ്ങളാണ് വേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. നമ്മളെപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വേറെ ഒരുപാടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു വർത്തമാനം നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല. നിങ്ങളെപ്പോഴും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നും ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വേഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നും എൻ്റെ നാട്ടിലാണ് കേട്ടോ.
ഞാൻ ആ നാട്ടിൽ നിന്നാണ് പറഞ്ഞത്. അരിയപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്നാണ് പറഞ്ഞത്. വളരെ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മൂമ്മ അരിയപ്പുറത്തുകാരിയാണ്. ആയ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ അമ്മൂമ്മയുടെ കുടുംബം. എൻ്റെ അമ്മൂമ്മ ശ്രീനാരായണ ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. വലിയ അത്ഭുതത്തോടു കൂടി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മ മരിച്ചുപോയി. ദാക്ഷായണി എന്നാണ് എൻ്റെ അമ്മൂമ്മയുടെ പേര്. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്രീനാരായണീയർ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിനെ ഹൃദയത്തിലേറ്റിയവരൊക്കെയും നമ്മൾ നിരന്തരമായി പറയേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: ജാതി നിലനിർത്താനുള്ള സ്ഥാപനങ്ങളല്ല, തകർക്കാനുള്ള സ്ഥാപനങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇത് ശരിക്കും എന്ന് പറയുന്നത് നമ്മൾ ഈ ആഴ്ചത്തെ കഴിഞ്ഞ മാതൃഭൂമിയിൽ സി കേശവനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ലേഖനം തുടങ്ങുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. നമ്മൾ പലപ്പോഴും നമ്മളെവിടെയൊക്കെയോ മോശക്കാരാണെന്നുള്ളൊരു ധാരണ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നെ പറയും, നമ്മളെ നേതാക്കന്മാരൊക്കെ വന്നിരുന്നുകൊണ്ട് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു ആശയത്തെ പേർന്നവർ തന്നെ വന്നിട്ട് പറയും ഈഴവരാതി പിന്നോക്ക. ഇതാണല്ലോ നമ്മൾ പറയുന്ന വർത്തമാനം. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മൾ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നാട്ടിടങ്ങളിൽ ഒരു ഉണ്ണിയാർച്ച ഉണ്ടാവില്ലായിരുന്നു. നമ്മളിങ്ങനെ വടക്കം പാട്ടിൽ കേൾക്കുന്ന ഉണ്ണിയാർച്ചയ്ക്കും ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻപറ്റുന്നവരുടെ ഇടങ്ങളിൽ നിന്ന് വന്നവരാണ് എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് തിരുവിതാംകൂർ രാജ്യത്തിന് കടം കൊടുക്കുന്ന ഒരു ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഉണ്ടായത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മളിവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പിന്നീട് സാളഗ്രാം എന്ന് പറഞ്ഞൊരു കല്ലാണ് കേട്ടോ, ഒരു കല്ലാണ്. ആ സാളഗ്രാം കൊണ്ടുവന്നപ്പോൾ കൊല്ലത്ത് കുറച്ച് തെമ്മാടിക്കൂട്ടങ്ങൾ പിടിച്ചു വെച്ചു. 1729-31 കാലഘട്ടത്തിലാണ്. അന്ന് ആ കല്ലിന് എന്തോ സ്വർണ്ണമൊക്കെയാണ് ഇപ്പോൾ വലിയ ബഹളത്തോടു കൂടി ആയിരിക്കുമല്ലോ, വള്ളത്തേലല്ലേ കൊണ്ടുവന്നത്, എന്താ പോലെ റോഡൊന്നുമില്ലല്ലോ. അത് കൊണ്ടുവന്നപ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് വെച്ച് പിടിച്ചു വെച്ചപ്പോഴത്തേക്കും അത് ആ കള്ളന്മാരിൽ നിന്ന് പിടിച്ചവരിൽ നിന്ന് പിടിച്ചെടുത്ത് തിരുവിതാംകൂറിന് കൊടുത്തത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടെ തിരുവിതാംകൂർ രാജ്യം എന്നൊക്കെ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കുഴപ്പമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാഹുബലി സിനിമയെ കണ്ടിട്ട് നമ്മളെ വിചാരം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, പുലിയാണ്, പിന്നെ പുപ്പുലിയാണ് എന്നൊക്കെ ആ സിനിമ കണ്ടിട്ടാണ് കേട്ടോടാ. ഏറ്റവും യുവതലമുറയിൽപ്പെട്ട തൊപ്പി വെച്ചിരിക്കുന്ന കൂട്ടുകാരൻ നമ്മൾ ആ സിനിമ കണ്ടിട്ട് എൻ്റെ പോലും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊന്നും അല്ല. യഥാർത്ഥത്തിൽ നമ്മളെ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ എടുത്ത് പരിശോധിച്ചപ്പോൾ വളരെ പൊക്കം കുറഞ്ഞ ആളായിരുന്നു. എനിക്കൊരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഒരു ഗാനരചനയ്ക്ക് ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അന്ന് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ മനുഷ്യനാണ് എനിക്ക് പിന്നെ അവാർഡ് എനിക്ക് തന്നത്. ആ തന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു വലിയ രാജാവിനെ കാത്തിരുന്നപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കരകാമരൻ ചേട്ടൻ അല്ല, ആ ചേട്ടൻ്റെ അത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. നമ്മൾ കാണുന്ന രാജാക്കന്മാർക്കൊക്കെ എന്താ ഭയങ്കരതല്ലേ. പഴശ്ശിരാജ നമ്മളെ മനസ്സിൽ ആരാ? പഴശ്ശിരാജ എന്ന് പറഞ്ഞാൽ ആരാ? മമ്മൂട്ടിയല്ലേ? പഴശ്ശിരാജ അല്ലേ? ഭയങ്കര നല്ല വീരസിയായിട്ടിരിക്കുന്ന ഒരാളല്ലേ. പക്ഷെ പഴശ്ശിരാജ വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നേ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴത്തേക്കും ചെറിയൊരു മനുഷ്യൻ. ഇപ്പം ഈ ബിംബവൽക്കരണം നമ്മുടെ ഇടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ബിംബവൽക്കരണം നടക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഈ സമൂഹത്തിനോട് പറയേണ്ടുന്നത്. ഇകഴ്ത്തുന്ന മറ്റു നിർത്തുന്ന ഇടങ്ങളിലൊക്കെയും ചെന്ന് നിന്നൊന്ന് പറയണം, നമ്മളൊക്കെയും ഇന്നലകളിൽ ഏറ്റവും നന്നായി പഠിച്ചിരുന്നവരാണ് എന്നും നമ്മളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് ഈ ശരിക്ക് CV കുഞ്ഞിരാമൻ്റെ അറിയോ? ഇദ്ദേഹത്തിന് അറിയില്ല? നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാം. നിങ്ങളോട് പറയാൻ വേണ്ടിയില്ല, മുതിർന്നവരായതിൻ്റെ കുഴപ്പമുണ്ട് എനിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം CV കുഞ്ഞിരാമൻ നമ്മുടെ കേരള കൗമുദി എന്ന് പറഞ്ഞൊരു പത്രത്തിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള CV കുഞ്ഞിരാമൻ. ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിന്നെ ശ്രീനാരായണ ഗുരു, ഞാൻ എന്തുകൊണ്ടാണ് ആ ചരിത്രത്തെ കാലത്തെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചില്ല, ശ്രീനാരായണ ഗുരു അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്, മാടനാശാനെ കുറിച്ച് പറയുന്നുണ്ട്. മാടനാശാനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: തലയിൽ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടി ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നെളിഞ്ഞ് യജൂർ കച്ചേരിയിലേക്ക്, ഇന്നത്തെ സെക്രട്ടറിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ. കാരണം ടാക്സ് കൊടുക്കാനാണ്. അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്തിന് ടാക്സ് കൊടുക്കാനായി പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. തന്റെ ഇടത്തോടുകൂടി പോകുന്ന വൈദ്യ കുടുംബത്തിൽ പെട്ടൊരാൾ ഒരു സ്ഥലത്ത് നിന്ന് തേങ്ങ വെട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ തട്ടേറ്റത്ത് എത്തുമ്പോഴത്തേക്കും ഇവിടെ പാകമാവും അടുത്ത് വെട്ടാൻ വേണ്ടി. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മളോട് പറയുന്നത് ഒരു ചെറ്റക്കുടിൽ ഒരു ചെറിയ ഇടത്ത് ശ്രീനാരായണ ഗുരു ജനിച്ചു. നമുക്കറിയാമല്ലോ, മുതിർന്ന അമ്മമാർക്ക് നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ ഇടങ്ങളിലൊക്കെ ഒരു നല്ല വീടൊക്കെ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാവും.
ഒരു 49 കൊല്ലത്തിനകത്തൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഇതൊക്കെ ആഡംബര വീടുകൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ചെറുതാക്കി നമ്മളെക്കുറിച്ച് പറയുമ്പോൾ CV കുഞ്ഞിരാമൻ പറയുന്നു, ഞാൻ ശൗണ്ടികനാണ്. കുറച്ചു കാലം അദ്ദേഹം ശൗണ്ടികൻ എന്ന് എഴുതി. പിന്നെ കുഞ്ഞിരാമൻ ശൗണ്ടിക എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം 64 കലകളിലും ഇങ്ങനെ അഗ്രഗണ്യമായിട്ടുള്ള ഒരു കുലത്തിന്റെ പിന്നവകാശിയാണ് ഞാൻ എന്ന് CV കുഞ്ഞിരാമൻ പറയുമ്പോ എവിടെയാണ് നമ്മൾ തോറ്റുപോയത്, എവിടെയാണ് നമ്മൾ ചെറുതാക്കപ്പെട്ടതെന്ന് നിങ്ങൾ അറിയണം. നമ്മളെ മുമ്പിൽ കുറെ ആൾക്കാർ വന്ന് വർത്തമാനം പറയും. എന്താണെന്നറിയാം വർത്തമാനം പറയണേ? ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇങ്ങനെ റെഫറൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പുസ്തകങ്ങളുമായി വന്നത്. ഇതൊക്കെ ഇറക്കിയിട്ടുള്ള CV കുഞ്ഞിരാമന്റെ ഇറക്കിയിട്ടുള്ളത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയൊക്കെ ഈ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളാണ് ഇറങ്ങുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും എന്ത് വേണം? അവിടെ ഒരു എഡിറ്റോറിയൽ ഉണ്ട്. ആ എഡിറ്റോറിയൽ പരിശോധിച്ചിട്ട് ഒരു എഡിറ്റർ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാവും. അത് പരിശോധിച്ചിട്ട് അങ്ങനെ ഒരു എഡിറ്റർ ഗവേണിംഗ് ബോഡിയിലുള്ള ഒരാളാണ് അവസാനം സംസാരിക്കാൻ വരുന്ന ഡോക്ടർ M.A. സിദ്ദിഖ്. അതുപോലുള്ള മഹാപ്രതിഭകളൊക്കെയും ഇങ്ങനെ തിരഞ്ഞെടുത്ത പുസ്തകം പിന്നെ ഒരു നല്ലൊരു എഡിറ്ററെ കയ്യിൽ കിട്ടി. ആ എഡിറ്റർ ഇറക്കുന്നതിൽ ചരിത്രം, വർത്തമാനങ്ങൾ, ഇടങ്ങൾ പറയുന്നതൊക്കെ ശരിയുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിറങ്ങുന്നത് കൊണ്ടാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു വൈജ്ഞാനിക ഗ്രന്ഥശേഖരത്തിൽ നിന്ന് CV കുഞ്ഞിരാമൻ നമ്മളോട് വിളിച്ചു പറയുന്നത്, ഒരു ഇടത്തു നിന്ന് തുടങ്ങിയാൽ മറ്റേ ഇടത്തെത്തുമ്പോഴേക്കും ഇവിടെ പാകമാകുന്ന തെങ്ങുള്ള ഒരു അന്ന് സർക്കാരിന് പൈസ കൊടുത്തിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ നന്നായി വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞ് ചെറുതാക്കുന്നുണ്ട് എങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ നെഞ്ചിലേറ്റുന്ന നമ്മളൊക്കെയും തിരിഞ്ഞു നിന്ന് ഏറ്റവും ഉശിരോടുകൂടി ചോദ്യം ചെയ്യുക തന്നെ വേണം. മനസ്സിലായില്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് വേറൊരു വൃത്തികേട് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു സാധനമാണ്. ആ സാധനം നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കണം. ഇതൊക്കെ ഞാനിത് കൊണ്ടുവന്നത്, ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എന്നൊക്കെ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും ഉശിരുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായി നടത്തപ്പെടുന്ന ആധികാരികതയോടുകൂടി നമ്മളോട് വർത്തമാനം പറയുന്ന ഒരു ആഴ്ചപ്പതിപ്പാണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള എന്താ, നമ്മൾ കേട്ടിട്ടില്ലേ, ചാന്നാർ ലഹള, മറക്കാൻ ഇവിടെ മറ്റുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ളൂ. ഇവിടെ പിന്നെ കുറച്ച് പേർക്ക് മറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇതാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? ചാന്നാർ ലഹള മറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മറ്റുള്ളവരൊക്കെ മറച്ച് നടന്ന് ഇവിടെയുള്ള മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ മറക്കാൻ നടന്ന്. ഇത് നിങ്ങളൊന്ന് നോക്കി, ഇത് ഫോട്ടോഗ്രാഫാണ്. നോക്കിയോ അമ്മേ, കാണുന്നുണ്ടായത്? ഇത് നമ്പൂതിരി സ്ത്രീകളാണ് കേട്ടോ. എനിക്ക് അമ്മമാരോടാണ്. ഇത് നമ്പൂതിരി, ഇത് ഫോട്ടോഗ്രാഫി ഉണ്ടാവുന്നത് 1830കളിലാണ്. 1830കളിൽ തുടങ്ങി 1860കളിലൂടെ എത്തിച്ചേർന്ന ഈ ഫോട്ടോഗ്രാഫിക്ക് ഒരു 100-120 വർഷത്തെ പഴക്കേ ഉള്ളൂ. അന്നൊരു നമ്പൂതിരി സ്ത്രീയും മറച്ചിരുന്നില്ല എന്ന് ഈ ഫോട്ടോഗ്രാഫി നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇത് വന്നത്, ഇത് ഞാൻ ഉണ്ടാക്കിയെന്നല്ല കേട്ടോ, ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. എന്നിട്ട് ഇത് വിളിച്ച് പറയുന്നുണ്ട്. അന്നൊരു മറയ്ക്കുക എന്ന് പറഞ്ഞത്, അന്നൊരു നമ്മൾ ആണുങ്ങൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടുപ്പിടാറുണ്ടോ? കനകാമ്പലം ചേട്ടൻ ഇടാറുണ്ടല്ലോ. അങ്ങനത്തെ നമ്മളിടും. അതല്ല, അങ്ങനത്തെ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പത്മനാഭ ക്ഷേത്രത്തിൽ ഉടുപ്പൂർണം എന്ന് പറയുമ്പോൾ അല്ല, ഉടുപ്പൂരുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരൻ വന്ന് തൂക്കിയെടുത്തോളൂ. അപ്പോൾ നമ്മൾ ഉടുപ്പൂരും. അതുപോലെ ഉണ്ടായിരുന്നുള്ളതോളാ. ഇതാണ് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ ഇത് അതേ ആഴ്ചപ്പതിൽ വലിയ മലയാളി അനുഭവം എന്നാണ് ഇതിൻ്റെ പരിപാടി. ഇതെല്ലാം കുറേ ദിവസം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിർത്തി. ഇത് നായർ സ്ത്രീകളാണ് കേട്ടോ. ഇത് നായർ സ്ത്രീകളാണ്. ഇത് ഈഴവ സ്ത്രീകളുടെ ഫോട്ടോയാണ് അന്നത്തെ കാലത്തുള്ള. ഒരു പെണ്ണും മറച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ ഈഴാള വിഭാഗങ്ങളൊക്കെയും മറക്കാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ വലിയ സമരം ഉണ്ടാക്കി. അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഇത് ഉടുപ്പിട്ട് തുടങ്ങുമ്പോൾ നമ്മളൊരു നല്ലൊരു കമ്മലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഒരു കമ്മലിട്ട് അടുത്തിരിക്കുന്ന അമ്മ ചോദിച്ചു, എവിടെ നെടി വാങ്ങിച്ചേ? കൊള്ളാമല്ല അല്ലേ? അങ്ങനെയല്ലേ? എടി സാരി നല്ല കൊള്ളാം കേട്ടോ, പളവളാന്നിരിക്കുന്നു. നമുക്ക് ഒരെണ്ണം കൂടി, എനിക്ക് ഇവിടെ നെടി വായിച്ചെന്ന് ചോദിക്കും. നമ്മളിങ്ങനെ ഈ അന്വേഷണപരത, ഇഷ്ടം ഒക്കെ നമുക്ക് കൂടുതലായതിനാൽ നമ്മൾ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഉടുപ്പ് ഇട്ടപ്പോഴത്തേക്കും പെണ്ണുങ്ങൾ മേൽമുണ്ട് ധരിച്ചപ്പോൾ കൊള്ളാമല്ലോ, നമ്മളൊന്ന് ഇട്ടാലോ കൊള്ളാമല്ലോ എന്ന് തോന്നി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുമ്പോഴത്തേക്കും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ചരിത്രത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു സംഗതിയുണ്ട്. നമ്മൾ ചേർത്തലയിൽ ഒരു പെണ്ണ് മറച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കരം ചോദിച്ചപ്പോൾ മുലകർത്ത് കൊടുത്തതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും അതിന് ചരിത്രമില്ല, അതിന് രേഖയില്ല എന്നുള്ളത് സംഭവിച്ചേക്കാം. പക്ഷെ അതിന് ചരിത്രമില്ല. പക്ഷെ ചരിത്രമുണ്ട് ഈ തിരുവിതാംകൂറിൽ. കാരണം നമ്മുടെ ആറ്റിങ്ങൽ റാണിയുടെ അടുക്കിലേക്ക് ഒരു പെണ്ണ്, സായിപ്പത്തിയുടെ കൂട്ടത്ത് ബാല്യക്കാരിയായ ഒരു പെണ്ണും കൂടി പോയി.
അവിടെ ചെന്നപ്പോഴത്തേക്കും സായിപ്പത്തി പെണ്ണുണ്ടല്ലോ, നമ്മൾ സായിപ്പത്തി പെണ്ണിൽ കൂടി പോയപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ പിന്നെ രാജ്ഞി അവിടെ മാറി മറയ്ക്കാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ആ നാട്ടുരാജ്യത്തെ ഒരു പെണ്ണ് പിന്നെ ആ പെണ്ണ് ഇങ്ങനെ ഉടുപ്പിട്ടുകൊണ്ട് പോയി. അവിടെ വെച്ച് ഒരു നിമിഷം പോലും കഴിയാതെ അവരുടെ മാറിനരിഞ്ഞത് എന്ന് പ്രഖ്യാപിച്ചു ആര്? നമ്മളെ പിന്നെ ആറ്റിക്കൽ റാണി. അങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ടെന്നേ, അത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടെന്നേ. അന്നത്തെ ചരിത്രകാരനായിട്ടുള്ള ഒരു സാഹിബ് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതൊക്കെ നിങ്ങൾക്ക് റെഫറൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. ഇത് അന്വേഷിച്ച് കണ്ടെത്തി ശരികൾ തിരിച്ചറിയുമ്പോൾ ശരികൾ തിരിച്ചറിഞ്ഞു കൂടാത്തതാണ് നമ്മളുടെ കുഴപ്പം. ശ്രീനാരായണ ഗുരു അതുകൊണ്ടാണ് അവസാനം നാളുകളിലേക്ക് എത്തിയപ്പോ നമ്മളോട് പറഞ്ഞത് വിദ്യാലയങ്ങൾ ഉണ്ടാക്ക്, അവൻ പഠിക്ക്, അന്വേഷണം നടത്ത്, നീ നിരന്തരമായി അന്വേഷിച്ചിട്ട് ലോകത്തിലെ വിശ്വപൗരന്മാരാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾക്ക് കവികളുടെ കവിയായ കുമാരനാശാനെ കിട്ടിയത്. അതുകൊണ്ടാണ് ഡോക്ടർ പൽപ്പുവിനെ കിട്ടിയത് കേട്ടോ. ഡോക്ടർ പൽപ്പുവും ഇതൊക്കെ പഠിക്കണം. ഇതാ ഡോക്ടർ പൽപ്പുവിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ദൈവത്തിന്റെ പടത്തലവൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ ദൈവത്തിന്റെ പടത്തലവനായിട്ടുള്ളൊരു പുസ്തകം എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായി വായിക്കുകയും അന്വേഷണം നടത്തുകയും വേണം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കണ്ടല്ല, ഇതിനകത്ത് ഡോക്ടർ പൽപ്പ് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം അന്ന് പിന്നെ നമ്മൾ വലിയ അഭിമാനത്തോടുകൂടി ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കാറുണ്ടല്ലോ, നെറ്റിയിൽ കുറിയും പിടിച്ച് ഭയങ്കര സംഭവമായിട്ടൊക്കെ നമ്മൾ നടക്കാറുണ്ട്. നടന്നോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ മഹാനായിട്ടുള്ള ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരു നീ ചെന്ന് നന്നായി പഠിച്ച് ഉജ്ജ്വലമായി വാ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് SNDPയുടെ ഒക്കെ നേതാവായിരുന്ന മഹാനായിട്ടുള്ള ഡോക്ടർ പൽപ്പ് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്തുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്. അത് ഞാൻ അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ ഡോക്ടർ പരീക്ഷ മദ്രാശിയിൽ പോയി പഠിച്ചിട്ട് വന്നു. ഒരു ദിവസം ഒരു നീട്ടെഴുതി. ആ നീട്ടിങ്ങനെയാണ്: ഞാൻ അപ്പോത്തിക്കിരി പരീക്ഷ പാസ്സായ ഒരു ഇംഗ്ലീഷ് മെഡിസിൻ പാസ്സായി ഇവിടെ വന്നിട്ടുണ്ട്, എനിക്കൊരു ജോലി തരണം തിരുവിതാംകൂർ. നമ്മളെ ആശുപത്രി ഉണ്ട്, മെഡിക്കൽ കോളേജ്, അതുകൊണ്ട് അപ്പോൾ എനിക്കൊരു ജോലി തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വന്ന് അവിടുത്തെ ബ്രിട്ടീഷ് ഡോക്ടർമാരാണ്, എനിക്കൊരു ജോലി തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ നീട്ടിന് മറുപടി ഇങ്ങനെയാണ് കേട്ടോ: താങ്കൾ ജാതി ഹിന്ദു അല്ലാത്തതിനാൽ. അന്ന് തിരുവിതാംകൂർ രാജ്യം എന്താണ്? അന്ന് തിരുവിതാംകൂർ രാജ്യം ഹിന്ദു രാഷ്ട്രമാണ്. നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വളരെ 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 പിന്നെ ഹിന്ദു രാഷ്ട്രമായിട്ടുണ്ട് എങ്കിൽ അത് തിരുവിതാംകൂർ രാജ്യമാണ്. ആ തിരുവിതാംകൂർ രാജ്യത്തിനോട് തനിക്കൊരു തൊഴിൽ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കുള്ള നീട്ടിങ്ങനെയായിരുന്നു, മറുപടി ഇങ്ങനെയായിരുന്നു: താങ്കൾ ഒരു ജാതി ഹിന്ദു അല്ലാത്തതിനാൽ താങ്കൾക്ക് ജോലി തരാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞത് ഇദ്ദേഹം മനോഹരമായി ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇദ്ദേഹം എവിടെ പോയെന്നറിയോ? പ്ലേഗിന് എതിരെ പടപൊരുതാനായി ഇദ്ദേഹം നമ്മൾ മദ്രാശി ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളെ നമുക്കറിയാൻ പറ്റും. ഈ പുസ്തകം പറയുന്നതാണ്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് സജീവ് കൃഷ്ണനാണ്. ഏറ്റവും മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ശരിക്കും അക്കാദമിക്കലായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്: ഞാൻ അവിടുത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ, അത് മദ്രാശി ഗവൺമെന്റ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു, അവരുടെ അടുക്കിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അദ്ദേഹം വന്ന് പറയുന്നുണ്ട്: ഞാനിങ്ങനെ ഏറ്റവും ഉശിരുള്ള സുനില്ലേ ഏറ്റവും ഫോൺ ഓഫ് അപ്പോൾ ഏറ്റവും ഉശിരുള്ള, ഉണർവുള്ള, ഏറ്റവും വലിയ ഗാംഭീര്യമുള്ള മഹാനായിട്ടുള്ള ഒരു മനുഷ്യൻ ഡോക്ടർ പൽപ്പു ഇങ്ങനെ പറയുന്നുണ്ട്: ഞാനിങ്ങനെ ഈ അവിടെ ഇങ്ങനെ പ്ലേഗിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് കീഴിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം, റാവു. സ്റ്റാച്യൂവിൽ ഒരു പ്രതിമയായി ഇരിപ്പുണ്ട് അദ്ദേഹം ഈ ശ്രീനാരായണ ഈ ഡോക്ടർ പൽപ്പുവിന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് ഈ പുസ്തകം പറയുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ റാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് ഒരു ചെറിയ അസ്വസ്ഥത, പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരാളിന്റെ കീഴിലിരിക്കുകയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുവിതാംകൂറിലേക്ക് നീട്ടെഴുതി എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു ജോലി ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് സർ സി പിക്കൊക്കെ അന്നത്തെ ഇവിടുത്തെ നേതൃത്വത്തിന് കത്തെഴുതുകയും അദ്ദേഹം തിരിച്ചുവിടെ വരികയും അദ്ദേഹത്തെ വലിയ അങ്ങനെയാണ് ഈ റാവു വിളക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ തിരുവിതാംകൂറിൽ അത് കഴിയുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ പരിശോധിക്കപ്പെടണം, നമ്മൾ അറിയണം, നമ്മൾ അന്വേഷണം നടത്തണം. ഇന്നലകൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ്
ഇന്നുകൾക്ക് സൗന്ദര്യം ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹാനായിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ആ ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് നമ്മളിങ്ങനെ വർത്തമാനം പറയുകയും ആ വർത്തമാനം പറയുന്നത് കേൾക്കാൻ ഇവിടെ കുറച്ച് ആളുകൾ ഉണ്ടാവുകയും അത് ഒരു മാസക്കാലത്തെ പ്രഭാഷണ പരമ്പരയായി മാറുകയും ആ പ്രഭാഷണ പരമ്പരയിൽ വരുന്നവരൊക്കെയും ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും വലിയ ഉജ്ജ്വലമായിട്ടുള്ള ആഴത്തിലുള്ള പഠനങ്ങളെ കുറിച്ച് നിങ്ങളോട് വർത്തമാനം പറയുകയും ആ കാലഘട്ടത്തിന്റെ ചരിത്രവും ആ ചരിത്രത്തിൽ ഉണ്ടായിരുന്നതും ഒക്കെ നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറയാൻ എനിക്ക് കഴിയുന്നതൊക്കെയും ഈ മഹാനുഭാവൻ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചൊരു വെളിച്ചത്തിന്റെ കീഴിലാണ് എന്ന് നമ്മളൊക്കെയും പഠിക്കേണ്ടതുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. നമ്മൾ നിരന്തരമായി നമ്മൾ അറിഞ്ഞു വെച്ച കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ശരിയെന്നും പുതിയ 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 ഇന്നലകളിലെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന എഴുത്തുകളും അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് എന്നും നിങ്ങളുടെ വീട്ടിടങ്ങളിലെങ്കിലും പറയണം. നിങ്ങൾ വീട്ടിടങ്ങളിൽ ചെന്നിട്ട് ഇന്ന് നിങ്ങൾ കൃത്യമായി പറയണം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ മക്കളെ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന, നമ്മൾ അറിഞ്ഞു വെച്ചിരുന്ന, നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടി പരിശോധിക്കണം. ഇനി ഒരു വേറെ പുസ്തകം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് ആറാട്ടുപുഴ വേലായുധ പണിക്കർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളില്ലേ, ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴാണ് 1729 ശേഷമാണ് ഇന്ന് കാണുന്ന തരത്തിൽ മനുഷ്യൻ മാറ്റം. 1720 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നമ്മളിപ്പം രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ഥാനപ്പേരാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആണ് എന്നുള്ളതാണ്. 1729 ഇവിടെ തന്നത്തെ നാട്ടുപ്രമാണിമാരായിരുന്ന അല്ലെങ്കിൽ അന്ന് ഈ നാടിന്റെ പലയിടങ്ങളെയും ഭരിച്ചുകൊണ്ടിരുന്ന 8 യോഗക്കാരെയും 4 യോഗക്കാരെയും 8 വീട്ടിൽ പിള്ളമാരെയൊക്കെ അടിച്ചോടിച്ചു എന്നൊക്കെ പറയുന്ന ഒരാൾ ഇവിടെ വരുമ്പോഴത്തേക്കും ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭൂമിയൊക്കെ ദേവസ്വവും ബ്രഹ്മസ്വവും പിന്നെ പണ്ടാരവകയും ഒക്കെ ആക്കിയിട്ട് നമ്മളെ ഭൂമിയൊക്കെ ഇങ്ങനെ വെട്ടിത്തിരിച്ചതിനെ കുറിച്ച് പറയുന്ന ഒരു കാലത്ത് ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ കെ വാസുദേവൻ എന്ന് പറയുന്ന ഇതിനു വേണ്ടി ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ള, കൃത്യമായിട്ട് ഞാനിത് എങ്ങനെയാണ് പറയുന്നത് എന്ന്, ഏത് പുസ്തകത്തെ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് കൃത്യമായി ഒരു പഠനമായി, അല്ലാതെ ചുമ്മാ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജീവിച്ചിരുന്നു എന്നുകൊണ്ട് കഥയായി എഴുതി വെക്കലല്ല, കൃത്യമായി ചരിത്രാന്വേഷണത്താൽ എഴുതി വയ്ക്കപ്പെട്ട കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇറക്കിയിട്ടുള്ള ഈ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. വൈക്കത്തമ്പലം അറിയാലോ. ആ വൈക്കത്തമ്പലം നമുക്കറിയാവുന്നുള്ള എങ്ങനെയാണ്, ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഴിയടക്കാൻ പറ്റാതിരുന്നൊരു കാലത്ത് അടിച്ചൊട്ടിക്കപ്പെട്ടിട്ടുള്ള വൈക്കത്തമ്പലത്തെ കുറിച്ച് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷെ 1729 മുമ്പ് ആ വൈക്കത്തമ്പലത്തിന് ഉടമസ്ഥരുണ്ടായിരുന്നു. ആ ഉടമസ്ഥന്റെ പേര് വല്യച്ഛൻ എന്നാണ്. വല്യച്ഛൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു കാരണവർക്ക് കൊടുത്തിരുന്ന പേരാണ്. അദ്ദേഹം ഒരു ശ്രീനാരായണീയനായിരുന്നു എന്നുള്ളതാണ് എത്ര പേർക്ക് അറിയാവുന്നതാണ്. നമ്മൾ എവിടെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്? ബ്രാഹ്മണ്യം ഇങ്ങനെ കുന്തിച്ച് 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 നമ്മുടെ നാട്ടിൽ പൗരോഹിത്യവർഗം, അങ്ങനെ നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ കൊള്ളാവുന്നത്. പൗരോഹിത്യവർഗം നമ്മളിലേക്ക് ഈ വിശ്വാസത്തിന്റെ ഭീകരതയെ അടിച്ചേൽപ്പിച്ചിട്ട് ഇവിടുത്തെ സമ്പത്തുകളെ കൊള്ളയടിച്ചത് എന്ന് ഒരുപക്ഷെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു തീരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പിന്നീട് ഒരു ശ്രീനാരായണീയന് ആ ക്ഷേത്രത്തിലേക്കൊന്ന് കയറി നിൽക്കാൻ എത്രയോ വർഷം വേണ്ടുവന്നു എന്നുള്ളതാണ്. 1936 ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രപ്രവേശനം വിളംബരം കഴിഞ്ഞിട്ടും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മറ്റു മതസ്ഥർ മറ്റ് ജാതിക്കാർ അരികുവൽക്കരിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ജാതിക്കാർ ആ അമ്പലങ്ങളിലേക്ക് കയറി ചെന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടുണ്ടാവില്ല. ഇത് ഇങ്ങനെ ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ നിരന്തരമായി നിങ്ങളുടെ ചിന്തകൾക്ക് ചിന്തയിടുകയും അന്വേഷണം നടത്തുകയും വേണം. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് ഇതിന്റെ റെഫറൻസ് ഗ്രന്ഥങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു എന്ന് വെച്ചാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഇപ്പൊ രാഷ്ട്രീയക്കാരെന്ന് വർത്താനം പറയുമ്പോഴത്തേക്ക് പറയും, ഏയ് അവന്റെ പാർട്ടിക്കാരനെ പിന്നെ നല്ലത് പറഞ്ഞ് മറ്റവന്മാരെ കുറ്റം പറഞ്ഞു അല്ലേ, അങ്ങനെയല്ലേ പിന്നെ ചേട്ടായി, അങ്ങനെയാണ് നമ്മൾ പറയുക. പക്ഷെ ഞാനിത് റെഫറൻസ് ഗ്രന്ഥങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഇതൊക്കെയും എഴുതി വെച്ചപ്പെട്ടിട്ടുള്ളതും അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുന്ന ക്ലീശയായി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്.
അങ്ങനെ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ശൗണ്ഡികനാണ് ഞാൻ എന്ന് പറഞ്ഞ അഭിമാനം കൊണ്ടിരുന്ന പ്രിയങ്കരനായിട്ടുള്ള CV കുഞ്ഞിരാമനെയൊക്കെ നിങ്ങൾ വീണ്ടും 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 പഠിക്കേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ വീണ്ടും ആഴത്തിൽ അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും കാലങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റിയത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ 1729 നിന്നതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. തിരുവിതാംകൂറിൽ ഈ 8 വീട്ടിൽ പിള്ളമാരെ 4 അടിച്ചോട്ടിച്ച അന്നത്തെ ഒരു സർവ്വ സൈന്യാധിപൻ നിങ്ങൾ ഇതുവരെയും അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ തിരുവിതാംകൂർ ശങ്കുണ്ണി മേനോന്റെ തിരുവിതാംകൂർ ചരിത്രം പഠിച്ചിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിർബന്ധിതമായി നമ്മുടെ സ്കൂളുകളിലെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടിട്ട് പിന്നെ ശങ്കുണ്ണി മേനോന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. അന്ന് രാജപാരമ്പര്യത്തിന്റെ പിൻപറ്റി അവരെ സൂചിപ്പിക്കുന്ന തരത്തിൽ എഴുതി, അവർ ഭയങ്കര മഹാൻ രഥന്മാരാണെന്ന് എഴുതി അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ രാമായണ മാസം പിന്നെ ആചരിക്കുന്നുണ്ട്. നിങ്ങൾ രാമായണത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആയിക്കോളൂ. പക്ഷേ ബ്രാഹ്മണ, നിന്റെ കാലിൽ നിന്ന് പിന്നെ വിറ്റു വീഴുന്ന പൊടികൾ, ആ പൊടികളുടെ ധൂളികൾ എനിക്കൊന്ന് കയ്യിലൊന്ന് വാങ്ങി എന്റെ നെറ്റിയിലൊന്ന് പുരട്ടി എനിക്കതിൽ നിന്ന് ഒരൽപ്പം കഴിച്ചാൽ ഞാൻ ധന്യനായി എന്ന് പറയുന്നതാണ്. ബ്രാഹ്മണ്യത്തെ ഉയർത്തുന്നു. ഞാനൊരു മതത്തെയും കുറ്റം പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു ജാതിയെയും ഇകഴ്ത്തുന്നതുമല്ല. പക്ഷെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തെ വാനോളം ഉയർത്താൻ നമുക്കൊരു മടിയുമില്ല. പക്ഷെ നിങ്ങൾ അതിലെ ഏറ്റവും വലിയ അന്തസ്സത്തെ എടുത്തോളൂ, അതിന്റെ ഏറ്റവും വലിയ ഇഷ്ടത്തെ എടുത്തോളൂ, അതിന്റെ ഏറ്റവും വലിയ സാഹോദര്യത്തെ എടുത്തോളൂ. പിന്നെ ലക്ഷ്മണന്റെ സഹോദര സ്നേഹത്തെ കുറിച്ച് പറഞ്ഞോളൂ, ലക്ഷ്മണൻ അമ്മയായി ചേട്ടത്തിയെ കണ്ടിരുന്നതിനെ കുറിച്ച് പറഞ്ഞോളൂ. അതൊക്കെ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ അത് കുറെ എടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ ലക്ഷ്മണൻ ഇങ്ങനെ പിന്നെ ചേട്ടത്തിയെ അമ്മയായി കണ്ടപ്പോഴത്തേക്കും പിന്നെ നമ്മളെ സുഗ്രീവൻ ബാലിയുടെ ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ടാണ്, താരയെ ഇഷ്ടപ്പെട്ടിട്ടാണ് കൊന്നുകളഞ്ഞത്. ചേട്ടന്റെ ഭാര്യയെ പ്രണയിക്കാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ചേട്ടനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തെ കൂട്ടുപിടിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള വിമർശനാത്മകതയോടുകൂടിയുള്ള അതിന്റെ നല്ലതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കുകയും തിന്മകളൊക്കെ നമ്മൾ ചവിട്ടിക്കളയുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളെ അനിഴം മാർത്താണ്ഡവർമ്മയുടെ സർവീസ് സൈന്യാധിപന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ പേര് അനന്തപത്മനാഭൻ നാടാർ എന്നാണ്. മനസ്സിലായില്ലേ? അനന്തപത്മനാഭൻ നാടാർ എന്നാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിപ്പിക്കാതിരിക്കുന്നത്? ഇത്തരത്തിൽ നമ്മൾ രഹസ്യാത്മകതയോടുകൂടി മാറ്റിവെക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയുകയാണ്. അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരല്ല, സ്ഥാനപ്പേരാണ്. നമ്മൾ നേരത്തെ മാർത്താണ്ഡവർമ്മ എന്നത് സ്ഥാനപ്പേര് ഉള്ളതുപോലെ അനന്തപത്മനാഭൻ എന്നുള്ളത് സ്ഥാനപ്പേര്. അനന്തപത്മനാഭൻ നാടാർ. ഈ ചരിത്രം എഴുതി, തിരുവിതാംകൂർ ചരിത്രം എഴുതിയിട്ടുള്ള ഇത്രയും ചരിത്രത്തിൽ എന്തുകൊണ്ട് അനന്തപത്മനാഭൻ നാടാർ എന്ന് പറയുന്ന ഒരാൾ വന്നില്ല എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്, അന്വേഷിക്കേണ്ടതുണ്ട്. 1888 അരിവിപ്പുറം പ്രതിഷ്ഠ നടത്തുമ്പോഴത്തേക്കും അവിടെ കരുത്തായി മലപോലെ നിന്നൊരു മനുഷ്യനുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹത്തിന്റെ പിന്നെ ഊറ്റാണി പത്മനാഭ പണിക്കർ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരു മലപോലെ നിന്നൊരു മനുഷ്യൻ. കാരണം അദ്ദേഹത്തിന് സമ്പത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കരുത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള ശക്തിയും ഓജസ്സും തേജസ്സും വിളിച്ചാൽ കുറച്ചാളുകളെ കൂട്ടാനുള്ള കരുത്തും ഉണ്ടായിരുന്ന ഈ പത്മനാഭ പണിക്കർ, ഊറ്റാണി പപ്പൻ എന്ന ഷോർട്ട് നെയിമിൽ അറിയപ്പെടും. അങ്ങനെ അറിയപ്പെടുന്ന ഒരാളിന്റെ കാവലുണ്ടായിരുന്നു, കരുത്തുണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്നില്ല. കാരണം നെയ്യാറ്റിൻകരയും ഈ അരിവിപ്പുറം തമ്മിൽ കുറച്ച് ദൂരം വ്യത്യാസമുള്ളൂ. ഒരു 6 കിടന്നപ്പുറത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര, ഇപ്പോഴത്തെ റോഡല്ല കേട്ടോ. ശ്രീനാരായണ ഗുരു അവിടെ ഇറങ്ങിയില്ല, നടന്ന് അരിവിപ്പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. നെയ്യാറ്റിൻകരയിൽ ഇറങ്ങിയിട്ടാണ് പോകുന്ന വണ്ടിയിൽ നിന്ന് പിന്നെ ഇറങ്ങി നടന്ന് ആണ് ശ്രീനാരായണ ഗുരു അരിവിപ്പുറത്തെ. അത്ര അടുത്തായിരുന്നു. ഇത്ര അടുത്ത് തൊട്ടപ്പുറത്ത് രാജാവിന്റെ പിന്നെ അന്നത്തെ രാജാവിന്റെ ഏറ്റവും വലിയ പവർ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന എത്രയോ പേര് തൊട്ടപ്പുറത്ത് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ചെറുപ്പക്കാരനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ നേരെ എന്തുകൊണ്ട് പാഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ കരുത്തന്മാരായിട്ടുള്ള ചില ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോകും. കാരണം ചിലർ പറയുന്ന ചരിത്രം മാത്രം നമ്മൾ പഠിച്ചാൽ മതി, ചിലർ പറയുന്ന ചരിത്രങ്ങൾ പഠിക്കേണ്ടതില്ല എന്ന് നിർബന്ധ ബുദ്ധി ചില ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ്. നീ എങ്ങനെയെങ്കിലും അങ്ങനെ നിന്നെങ്കിൽ അങ്ങനെ നിന്നാ മതി, നീ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിന്നാ മതി, നീ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിന്നാ മതി, എടി നീ ഇങ്ങനെ ഇന്ന ജാതിയാണ് ഇന്ന മതി, ഇങ്ങനെയൊന്നും ഇല്ലെന്നേ. മനസ്സിലായില്ലേ? ഇവിടെ 1729 ഒരു വലിയ 1722 ഒരു സമരം നടന്നിട്ടുണ്ട്. 2022 ഒരു സമരം, മാറുമറയ്ക്കൂല സമരം എന്നാണ്. മനസ്സിലായില്ലേ? ഈ മാറുമറയ്ക്കൂല സമരം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ നടത്തിയ സമരമല്ല. അത് ശരിക്കും തൊട്ടപ്പുറത്ത് നമ്മുടെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ നിന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു സമരം നടന്നു. കുറേ പെണ്ണുങ്ങൾ മാറുമറയ്ക്കൂല സമരം നടത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊന്നും ആരും പഠിപ്പിക്കൂല. നമ്മൾ ചരിത്രം പരിശോധിച്ചോ, പഠിച്ചോ? അതായത് അന്നൊന്നും അതൊരു മോശമൊന്നും ആയിരുന്നില്ല. കാരണം അയ്യോ ഈ മാറുമറക്കാൻ നടക്കുന്നത് മോശമാണ്, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല.
നമ്മളുടെ മോശമൊക്കെ പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോശം. എൻ്റെ മുമ്പേ ഇരിക്കുന്ന ആ അമ്മ പിന്നെ ഇതിൻ്റെ പുറത്ത് ഷോൾ ഇട്ടിട്ടുണ്ട്. അമ്മയുടെ വീട്ടിലെ കൊച്ചുമോള് ഷോൾ ഇടില്ല. കാരണം ഇന്നത്തെ പെൺകുട്ടികൾക്ക്, ഇന്നത്തെ ആൺകുട്ടികൾക്ക് ഈ ശരീരത്തിനോട് ഇത്രയും വലിയ ഒരു വെപ്രാളമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ അവർക്ക് നല്ല അറിവും ആഴവും അതോടൊപ്പം തന്നെ തൻ്റെ ശരീരത്തെക്കുറിച്ചിട്ടുള്ള നല്ല പിന്നെ ബോൾഡായിട്ടുള്ള ചിന്തയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകം അവരുടെ കൈകളിലേക്ക് ഇങ്ങനെ ചുരുണ്ടിരിക്കുമ്പോൾ, അവരുടെ കൈകളിലേക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ അവർക്കറിയാം. അതുകൊണ്ടാണ് ഫാഷൻ ലോകം മൊത്തം ഒരുമിച്ചുണ്ടാവണം. മനസ്സിലായില്ലേ? നമ്മൾ പിന്നെ വടക്കേന്ത്യക്കാർ ചുരിദാറിട്ടപ്പോൾ നമ്മളായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ചുരിദാറിടാൻ ബുദ്ധിമുട്ടായിരുന്നു. പഴയ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചുരിദാറിടാൻ. പിന്നീട് അതൊരു കോമൺ വസ്ത്രമായിട്ട് മാറി. അല്ലേ? അങ്ങനെയല്ലേ? ഒക്കെ കോമൺ വസ്ത്രമായിട്ട് മാറി. ഇപ്പോഴും പിന്നെ പിള്ളേർ, ആൺകുട്ടികളും പെൺകുട്ടികളും ജെൻഡർ നോക്കാതെ തന്നെ നിക്കറിട്ട് ഒരു ഉടുപ്പ് കൊടുത്തിട്ട് നടക്കാൻ തുടങ്ങി. നമ്മളെ വീട്ടിലുള്ള കൊച്ചു മക്കളൊക്കെയും വിടുന്നത് അതാണ് ലോകം അന്നത്തെ കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്തേക്ക് മാറിയതിൻ്റെ ഗുണം. പക്ഷേ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും രഹസ്യമായി നമ്മളുടെ ഇടങ്ങളിലേക്ക് കുത്തിവെക്കുന്ന ജാതിബോധവും മതബോധവും മാറ്റേണ്ടതുണ്ട്. നമ്മളെ പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. നമ്മൾക്കങ്ങനെ മാറ്റണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരുന്നു, നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു, ഒരു തരം ചെറുതാക്കല അല്ലേ? പിന്നെ നമുക്കറിയാമല്ല നിന്നെ എന്ന് പറയുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ, തിരുവനന്തപുരത്ത്. പിന്നെ നീ മറ്റേ അങ്ങേരെ മോള് തന്നെയല്ല ഈ പറയും. നമ്മൾ ചെറുതാക്കലുകൾക്ക് നിൽക്കാത്തൊരു മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു നിരന്തരമായി മനുഷ്യനോട് പറഞ്ഞിരുന്നത് നീ മനുഷ്യനെ സ്നേഹിക്ക്. ഇത് ഗുരുവിൻ്റെ മാത്രമായിട്ടുള്ളതല്ല. അതിന് മുമ്പ് വന്ന ഗുരുക്കന്മാരൊക്കെയും നമ്മളെ പഠിപ്പിച്ചത് അതാണെന്നേ. ശ്രീനാരായണ ഗുരു നമ്മളെ എന്താണ് ചേട്ടാ, നമ്മളെ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരാളിന് കൊടുത്തല്ലോ, ഒരു സായിപ്പിന് കൊടുത്തല്ലോ. ആ സായിപ്പിന് ദീക്ഷ കൊടുക്കാൻ നേരത്ത് ശരിക്കും ഒരു ഷൂ കൊടുത്തു, ഒരു പാൻറ്റ് കൊടുത്തു, ഒരു കോട്ട് കൊടുത്തു. അവർ ഇട്ടോളി എന്ന് പറഞ്ഞു ദീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. അനന്തതീർത്ഥത്തിൽ വരുമ്പോഴത്തെ ഒരു ഗ്ലാസ്, നമ്മുടെ ടംബ്ലർ ഗ്ലാസ് ഇല്ലേ, അതെടുത്ത് കൊടുത്തിട്ടുണ്ട്, നിനക്ക് ദീക്ഷ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ എല്ലാ മതങ്ങളെയും വിളിച്ചിരുത്തി ആലും അദ്വൈതാശ്രമത്തിൽ വലിയൊരു സമരം നടക്കുമ്പോഴത്തേക്ക്, പിന്നെ വലിയ വൈജ്ഞാനികമായിട്ടുള്ളൊരു ഇടപെടൽ നടക്കുമ്പോഴത്തേക്കും അവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്നുള്ളത്. നമ്മൾ അറിയാനും അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൂടിയിരിക്കണേ. നമ്മൾ വീണ്ടും ചികഞ്ഞ് ചരിത്രത്തെ പഠിക്കുകയും ഇവിടുത്തെ ഒരു മനുഷ്യനും ചെറുതല്ല എന്ന് മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ്. നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻപറ്റി നടക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഹൃദയത്തിലേറ്റിയ നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ. പുലയൻ എന്ന വാക്കിൻ്റെ അടുത്ത് മണ്ണിൻ്റെ ഉടയവൻ എന്നും കൂടിയാണ് കേട്ടോ. ഈഴവൻ എന്ന വാക്കിൻ്റെ അടുത്ത് ഉഴവുകാരൻ, കൃഷിക്കാരൻ, അപ്പോത്തിക്കിരിക്കാരൻ. ഇവിടുത്തെ വൈദ്യന്മാർ, ഇവിടുത്തെ ആദ്യ അസൻഡിപ്പ് ഉണ്ടാക്കുമ്പോൾ 62 വൈദ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ പിൻപറ്റിയവരായിരുന്നു എന്നുള്ളതാണ്. 62 പേരാണ്. 100 പേരിലെത്തപ്പോഴത്തേക്കും 100 പേരിൽ 62 പേര് പിന്നെ വൈദ്യന്മാരായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ നാടിനെ തൊടാതെ എങ്ങനെ ചികിത്സിക്കാൻ പറ്റുമെന്ന് ഈ വൈദ്യന്മാരാണല്ലോ ചികിത്സിക്കുക. ജാതി മത ഭേദമന്യേ തൊട്ടവന് മരുന്ന് കൊടുത്ത്, അവനെ തൈലം വാരി പൂശിക്കൊടുത്ത്, അവന് സന്തോഷം കൊടുത്ത്, നന്മ കൊടുത്ത്, ഇതൊക്കെയും നമുക്കറിയാമല്ലോ. നമ്മുടെ മറ്റേ പിന്നെ ഈ അന്നത്തെ വൈദ്യപാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഏറ്റവും വലിയ പുസ്തകമായിട്ടുള്ള ആ പുസ്തകത്തിന് പിന്നെ പറഞ്ഞു കൊടുത്ത വൈദ്യൻ ആരായിരുന്നു എന്നും കൂടെ പരിശോധിക്കണം. നമ്മൾ ലോകം കണ്ടതിൽ വെച്ച് അത് മാത്രമല്ല കേട്ടോ, നമ്മളെ മഹാനായിട്ടുള്ള എനിക്കിതാ ഇവിടെ കണ്ടപ്പോൾ അംബേദ്കറെ കണ്ടപ്പോൾ പോകുന്നൊരു കാര്യമുണ്ട്. അംബേദ്കർ ഒരു പ്രാവശ്യം ഈ കേരളം സന്ദർശിച്ചിട്ടുള്ളൂ. തൻ്റെ മകനെയും കൊണ്ട് ചികിത്സിക്കാൻ വന്നതാണ്. ആ ചികിത്സിച്ച വൈദ്യനും ശ്രീനാരായണീയനായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ ഡോക്ടർ അംബേദ്കറിൻ്റെ നാട്ടിൽ നിന്ന് ഈ കേരളത്തിലേക്ക് വന്നത് ഒരു വൈദ്യനെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ആ വൈദ്യൻ ഒരു ശ്രീനാരായണീയനായിരുന്നു. എത്ര കണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് വൈദ്യപാരമ്പര്യം? ഇപ്പം നിങ്ങൾ കേട്ടിട്ടുള്ള വേറെ ചെറിയ മോശം വാക്കുകൾ അതൊന്നും ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ല. ആ മോശം വാക്കുകൾ പറയുന്നവനോട് പറയണം, നമ്മളുടെ പാരമ്പര്യവും നമ്മളുടെ ഇടങ്ങളും നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളൊക്കെയും അത്ഭുതപ്പെടുത്തിയ, ഈ നാടിന് കടം കൊടുക്കാൻ കരുത്തുണ്ടായിരുന്ന, ഈ നാടിന് പൊട്ടിച്ച സാധനത്തെ പിടിച്ചു കൊടുക്കാൻ കരുത്തുണ്ടായിരുന്ന രാജാവിനെ വല്ലാതെ ഇങ്ങനെ വിഷമിപ്പിച്ചവരെ പിടിച്ചു കൊടുത്ത ചരിത്രമുള്ള ഏറ്റവും വലിയ ആഴത്തിലുള്ള പഠനവും അതോടൊപ്പം തന്നെ ആഴത്തിലുള്ള ചിന്താധാരയുണ്ടായിരുന്ന ഒരു കുലത്തിന്റെ വക്താക്കളാണ് എന്നും ആ വക്താക്കളൊക്കെയും ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഭഗവാന്റെ മുമ്പിൽ ഒച്ചാനിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ അറിവിന്റെ ഭണ്ഡാരത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് തൊടാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മൾ ധന്യരായി എന്ന് വിചാരിക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിലൂടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പിന്നെ നിർത്താമെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് അവസാനിപ്പിക്കാൻ പോണത്. ഇത്ര സമയത്തിനായി പക്ഷേ നമുക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ അല്ലേ? വേണ്ട നമുക്ക്
അതൊക്കെ ഞാൻ ഒരു പുതിയ കാര്യമൊക്കെ ആണ്, ഞാനിങ്ങനെ പുതിയ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഒരു അമ്മ വന്നിരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പ്രായമല്ലെന്നേ, നമ്മുടെ പ്രായമല്ല നമ്മളെ ചെറുപ്പമാക്കുന്നത്. ഇതാ ഇവിടെ ഒരു മനുഷ്യൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. തല നിറയ്ക്കുവതല്ല എൻ്റെ പിന്നെ വാർദ്ധക്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ഇതുണ്ട്. അതൊരു ആളുടെ കവിതയാണ്. ഇങ്ങനെ ഉദ്ധരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവസാന കാലം വരെയും മരിച്ച് 102-ാമത്തെ വയസ്സിലും മരിക്കുമ്പോൾ 1000 വന്ന് കൂടുന്നുണ്ട് എങ്കിൽ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിനൊന്നും അങ്ങനെ കാണണം. അദ്ദേഹത്തെ കാണുന്ന രണ്ടവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടന്മാരാണ്. അദ്ദേഹത്തെ കണ്ടത് എല്ലാ മനുഷ്യരും ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അത് ചില ഇടങ്ങളിലുണ്ടാവുന്ന അത്ഭുതപ്പെടുത്തലാണ്. നമ്മളെ ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായത്. നമ്മളെ സാനു മാഷി ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ ദിവസവും ദൈവദശകം ചൊല്ലിയിരുന്നു. ഞാൻ ഇങ്ങനെ ഈ കോളേജിൽ പഠിപ്പിച്ചിട്ട് നമ്മുടെ അദ്ദേഹം പിന്നെ മഹാരാജാസ് കോളേജിൽ വൈകുന്നേരം പഠിപ്പിച്ച് പിന്നെയും കുട്ടികളുടെ അടുത്ത് നിൽക്കും, സാനുമാഷ് നിൽക്കും. കാരണം എന്തെങ്കിലും സംശയം ചോദിച്ചു വരുന്ന മക്കൾക്ക്, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ട് എങ്കിൽ അവൻ നന്നായി പഠിക്കുന്നുണ്ട്, അവനൊരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു പലഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് സാനുമാഷ് ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും ജാതി മതഭേദമന്യേ കേൾക്കുമായിരുന്നു വൈകുന്നേരങ്ങളിൽ ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഭഗവാൻ എഴുതിയിട്ടുള്ള ആ കാവ്യം ഇങ്ങനെ കേൾക്കുമായിരുന്നു. ഇപ്പോഴെവിടേക്ക് പ്രശ്നം ഉണ്ടായി. അന്ന് ജാതി മതഭേദമന്യേ എല്ലാ വീടുകളിൽ നിന്നും സത്യാനാമനാമമായി ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിന്നു ഞങ്ങളെ എന്ന് പറയുന്ന, അങ്ങനെ തുടങ്ങുന്ന ഒരു ദൈവത്തിൻ്റെയും മുമ്പിൽ അതാണ് കേട്ടോ, അങ്ങനെ ദൈവത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ എന്തൊരു മനുഷ്യനാണ്. എത്ര കൊല്ലം മുമ്പ് നമ്മളെ ഈ ഇത്രയും വെളിച്ചം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഇന്നും പഠിച്ചാൽ തീരാത്തൊരു മനുഷ്യൻ. നിങ്ങൾക്ക് ഇന്ന് വേറൊരു കാര്യം അറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തികളെ കുറിച്ച് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് കാൾ മാർക്സിനെ കുറിച്ചുള്ള പുസ്തകമാണ്. പക്ഷേ അതിനുശേഷം ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും പുസ്തകങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അത് ഭഗവാൻ ശ്രീനാരായണ ഗുരുവാണ് എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ലാൽസലാം എന്ന് പറഞ്ഞിട്ട് മൈത്രി ബുക്സ് അദ്ദേഹം ആളുണ്ട്. അദ്ദേഹം ലാൽസലാം ഒരു പിന്നെ ജന്മം കൊണ്ട് പിന്നെ ഇസ്ലാമാണ്. അപ്പം അദ്ദേഹം പക്ഷെ കർമ്മം കൊണ്ടൊരു ശ്രീനാരായണീയനാണ് എന്ന് പറയാനാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ പുസ്തക ശേഖരത്തിൽ 2000-ലധികം പുസ്തകങ്ങൾ വിവിധ ഭാഷകളിൽ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച്, ഈ അത്ഭുതപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചിട്ടുള്ള ഇങ്ങനെ പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അഭിമാനമല്ലേ? വീണ്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. വീണ്ടും അദ്ദേഹത്തിൻ്റെ കവിതകൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലൊക്കെ ഇന്ന് കവിതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തക ചിന്താധാരയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് അത് ഭീകരമാവണ്ണം നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങളോട് വർത്തമാനം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത്ര ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാട് കൊണ്ടു നടക്കുകയും മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുകയും നീ വീണ്ടും നിന്റെ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കുകയും നീ വീട്ടിടങ്ങളിൽ ആരാധനയ്ക്കും അപ്പുറത്തേക്ക് അറിവിന്റെ അഗ്നിയെ ജ്വലിപ്പിച്ചു നിർത്താനുള്ള ജ്വലനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിയമുള്ളവരെ, ഈ 31 ദിവസം ഇതിൻ്റെ ഒരു ചെറിയ ചാർട്ട്, എൻ്റെ പേര് മാത്രമുള്ള സാധനമാണ് അയച്ചു തന്നത് എനിക്ക്. പിന്നെ സാറേ ശിശുപാല സാറ് എനിക്ക് അയച്ചു തന്നത് മാത്രമാണ്. പക്ഷെ ഞാനിവിടെ നോക്കും 31 ദിവസം ഇവിടെ ഒരു പ്രഭാഷണം, ഈ മനുഷ്യരെ 31 പേരും വ്യത്യസ്തമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമാകുന്ന തരത്തിൽ വർത്തമാനം പറഞ്ഞ് നിങ്ങളുടെ ചിന്തകളിൽ ഇങ്ങനെ ചിന്തേര് തെളിയിക്കാനായി ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്, ഇദ്ദേഹത്തിന്റെ ചിന്തകൾക്ക്, ഇദ്ദേഹത്തിന്റെ മഹത്തായിട്ടുള്ള എഴുത്തുകൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അഭിമാനിക്കാം. കാരണം വിശ്വഗുരുവാണ് എന്ന് അഭിമാനിക്കാം. നമ്മൾ ഇങ്ങനെ ഉശിരുള്ള വിശ്വഗുരുവിന്റെ പിന്മുറക്കാരാണ്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെ ഉറക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ളവരാണ് എന്ന് നമ്മൾക്ക് ചിന്തിക്കാം. ഇത് ഞാൻ കുറച്ച് ചിന്തകൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ ചിന്തകൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ അതിന് ഞാൻ മറുപടി പറയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പറയാനൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ഏറെ പറയാനുള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യം കൂടി പറഞ്ഞ് വർത്തമാനം അവസാനിപ്പിക്കുക. എൻ്റെ കയ്യിൽ എന്താണെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഉണ്ട്, അംബേദ്കറിൻ്റെ ഫോട്ടോ ഉണ്ട്, മഹാനായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെയും ഇദ്ദേഹത്തിൻ്റെ പേരെന്താ സ്ഥാപക ആയിട്ടുള്ള ആളിൻ്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ 2 ഭരണഘടന എടുത്ത് കാണിച്ചു തരാണ്. ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. ഞാൻ ഒന്നിൻ്റെ പേര് മനുസ്മൃതി എന്നാണ്. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഞാൻ ഒരിക്കലും ഒന്നിനെ എഴുതാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നതല്ല.
വായിച്ചതിൻ്റെ അത് മനസ്സിലാക്കിയതിൻ്റെ ചെറിയ വായനയുടെ, ഞാൻ വലിയ ആളെന്നൊന്നും അവകാശപ്പെടുന്നില്ല, എങ്കിൽ തന്നെയും വായിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എൻ്റെ ചിന്താധാരയെ മാറ്റണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 2 ഭരണഘടനയും കൊണ്ടുവന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം. ഇത് ഒരു ഭരണഘടനയാണ്, മനു എഴുതിയതാണ്. ഈ മനു എഴുതിയതിൽ ഏറ്റവും എനിക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ ഇവിടെ വായിക്കാം. നിങ്ങൾ ഈ വീട്ടിൽ ചെന്നിട്ടൊക്കെ പറയണം. നിങ്ങൾ ഈ ചെറിയ കുടുംബഭാരം 9ാമത്തെ ഭാഗം കേട്ടോ, മനുസ്മൃതി അമ്മേ പറഞ്ഞോട്ടെ. ഞാൻ ഇപ്പോൾ തൊട്ട് പുറകെ ഇരിക്കുന്ന അവർ എന്തോ ഫോൺ അത്യാവശ്യമുണ്ടല്ലേ ഞാൻ. അപ്പോൾ അതിങ്ങനെയാണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു സാധനമാണ് ഇത്. കൈരളി മനുസ്മൃതി എന്ന് എഴുതിയിരിക്കുന്നത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മനുസ്മൃതി ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. അതിങ്ങനെയാണ്, പിന്നെ ബാല്യത്തിൽ അച്ഛൻ്റെ കീഴിൽ താരണ്യം പതിയൊത്തുതാൻ, വാർദ്ധക്യത്തിൽ മകൻ കാക്കും, സ്വാതന്ത്ര്യം സ്ത്രീക്ക് അനർഹമോ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് വേറൊരു രീതി കേട്ടിട്ടുണ്ട്. പിതോ രക്ഷിതി കൗമാരെ, ഭർത്തോ രക്ഷിതി യൗവനെ, പുത്രോ രക്ഷിതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മളെ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ മലയാളമാണ്, ബാല്യത്തിൽ അച്ഛൻ്റെ കീഴിൽ താരുണ്യം ഒത്തുതാൻ, വാർദ്ധക്യത്തിൽ മകൻ കാക്കും, സ്വാതന്ത്ര്യം സ്ത്രീക്ക് അനർഹമ. സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല. ഇത് എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഇത് സ്വാതന്ത്ര്യം ഇല്ല. ഒരു ഭരണഘടനയാണ്. ഈ രാജ്യം ഇങ്ങനെ ഭരിക്കണം എന്ന് ഒരു കാലത്ത് എഴുതി വെച്ച മനു എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ്. ഇനി ഇതിലുള്ള വലിയ തമാശ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിക്കാം. വ്യഭിചാരം ഭവിക്കാതെ സ്ത്രീയെ കാപ്പാൻ അസാധ്യമാം, എന്നാൽ സൂത്രപ്രയോഗങ്ങൾ കൊണ്ട് കാപ്പാൻ കഴിഞ്ഞിരുന്നു. ഇതൊരു വൃത്തികേടാണ്. എൻ്റെ അമ്മ, എൻ്റെ മുത്തശ്ശിമാർ, പിന്നെ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ പെൺമക്കൾ ഒക്കെ, പെണ്ണുങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. അതിങ്ങനെയാണ്, വ്യഭിചാരം ഭവിക്കാതെ സ്ത്രീയെ കാപ്പാൻ അസാധ്യമാം, എന്നാൽ സൂത്രപ്രയോഗങ്ങൾ കൊണ്ട് കാപ്പാൻ കഴിഞ്ഞിട്ട്. എന്തൊരു വൃത്തികേടാണ് ഈ കൊണ്ട് കാപ്പാൻ കഴിഞ്ഞിരുന്ന. ഇതെന്തെങ്ങനെയാണെന്നറിയുമോ? അതിൻ്റെ രസമുണ്ട്. പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത് 1. 2, പെണ്ണിനെ ഏറ്റവും കുറഞ്ഞത് 9 വയസ്സിലെങ്കിലും കെട്ടിക്കണം. മനസ്സിലായില്ലേ? പിന്നെ 9 വയസ്സിലെങ്കിലും കെട്ടിക്കുന്നു. ഇതിനകത്ത് എഴുതി വെച്ചേക്കടാ 13 വയസ്സ് കവിയാൻ പാടില്ല. ഇനി 9 വയസ്സുകാരിയെ കെട്ടണവന് 30 വയസ്സെങ്കിലും കഴിഞ്ഞിരിക്കുന്നു. 30 വയസ്സ് കഴിഞ്ഞവൻ ഒരു 9കാരി പെണ്ണിനെ കെട്ടണം. കെട്ടിക്കൊണ്ട് തന്നെ വീട്ടിൽ പോകണം. അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ്റെ സംരക്ഷണയിൽ വളർത്തണം. 13 വയസ്സ് കഴിയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്താലേ പെണ്ണുങ്ങൾ വ്യഭിചരിക്കാതിരിക്കൂ എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട, ഒരിക്കലും നമുക്കിത് ഇതൊന്നുമല്ല കേട്ടോ. അത് പഠിച്ച ആഴ്ച മൊത്തം ഏറ്റവും വലിയ വൃത്തികേടുകൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് എന്നുള്ളതാണ്. ഈ ഭരണഘടനയാണോ നമുക്ക് ആവശ്യം? ഈ മഹാനായിട്ടുള്ള മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയാണോ നമുക്ക് ആവശ്യമെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകൾ പേറുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെയൊന്നല്ല കേട്ടോ, ഇത് കുറേ ഉണ്ട്. ഞാനിത് പെട്ടെന്ന് നിർത്തിയതാണ്. ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെ ഒരുപക്ഷെ 1-2 ദിവസം പറയാൻ വേണ്ടിയിട്ടുള്ള വൃത്തികേടുകളുണ്ട്. ജാതീയപരമായി മാറ്റി നിർത്തലുകളെക്കുറിച്ച്, മതപരമായിട്ടുള്ള, പിന്നെ അതോടൊപ്പം തന്നെ പെണ്ണുങ്ങളെ മാറ്റി നിർത്തുന്നതിനെക്കുറിച്ച്, പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വൃത്തികേടിനെ കുറിച്ച് ഇതൊക്കെയാണ് കേട്ടോ. ഭയങ്കര മോശമാണ്. കാരണം നമുക്ക് കൊറോണ വന്നില്ലേ? കൊറോണ വന്നപ്പോഴത്തേക്കും, എൻ്റെ പൊന്നു സാറേ, കൊറോണ വന്നപ്പോഴത്തേക്കും പിന്നെ മരുന്ന് കണ്ടുപിടിച്ച 3 പെണ്ണുങ്ങളാണ്. പെണ്ണിനെ പിടിച്ച് വീട്ടിൽ ഇരുത്തിയിരുന്നുവെങ്കിൽ ആ പെണ്ണിന് വിദ്യാഭ്യാസം കിട്ടില്ല, ആ പെണ്ണ് പിന്നെ പഠിക്കൂല, ആ പെണ്ണ് പഠിക്കാതെ ഇരുന്നുവെങ്കിൽ നമുക്ക് മരുന്ന് കിട്ടുമായിരുന്നോ? നമ്മൾ ഒരു വർഷക്കാലം അടച്ചുപൂട്ടി വീട്ടിയിരുന്നില്ലേ? പെണ്ണെ നീ ചിന്തിക്ക്, പെണ്ണെ നീ ഇടപെട്, പെണ്ണെ നീ നിരന്തരമായി വായിക്ക്, പെണ്ണെ നീ ഈ നാടിനെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള, വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധത നേടുക എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായിട്ടുള്ളൊരു മനുഷ്യന്റെ ചിന്തകൾക്ക് ചിന്തേര് വായിക്കാൻ നിങ്ങളാണ് ഇനിയുള്ളത്. എന്നെ കേൾക്കുന്നവരാണുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ കുറച്ച് മുതിർന്നവരാണ്. എൻ്റെ അമ്മമാരാവാൻ, എൻ്റെ അച്ഛനൊക്കെ ആവാനൊക്കെ പ്രായമുള്ള മനുഷ്യരുടെ മുമ്പിലാണ് പറഞ്ഞത്. എങ്കിലും പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ സവിസ്തരം പഠിക്കാൻ ശ്രമിക്കുകയും അത് ഞാൻ പറഞ്ഞ് എന്നെ വിമർശിക്കാൻ പാടില്ലെന്നോ ഞാനിതെല്ലാം തികഞ്ഞതാണെന്നോ എന്നുള്ളൊരു അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒന്നുപോലും ഞാനിങ്ങനെ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ റെഫറൻസ് ഇല്ലാതെ, നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊരു ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രം, കാലം, ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറഞ്ഞെടുത്തത്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മാറ്റി നിർത്തപ്പെടുമ്പോൾ ആ മാറ്റി നിർത്തുന്നതിനെ ആശയം കൊണ്ട്, അറിവ് കൊണ്ട്, അന്വേഷണം കൊണ്ട് ചെറുത്ത് തോൽപ്പിക്കാമെന്ന് പഠിപ്പിച്ചത് പിന്നെ വ്യാസനാണെന്ന്. അങ്ങനെയാണ് കേട്ടോ.
ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അയാൾക്ക് രാമായണം വേണമായിരുന്നു, അവർക്ക് രാമായണം വേണമായിരുന്നു, അവർ നമ്മളെ വിളിച്ചു, അവർക്കൊരു മഹാഭാരതം വേണമായിരുന്നു, നമ്മളെ വിളിച്ച്, അവർക്കൊരു ഇന്ത്യൻ ഭരണഘടന വേണമായിരുന്നു, എന്നെ വിളിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, വ്യാസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുരുംബാവാല വൃദ്ധവുവ ബ്രാഹ്മണം ബാബു കൃഷ്ണ മഹതായരമായാന്തം കന്യാദേവ വിചാരം. ഗുരുവാകട്ടെ, ബാലനാവട്ടെ, ഒരുപാട് പഠിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠനാവട്ടെ, നമുക്ക് നേരെ വന്നാൽ നമുക്ക് അവനെ എതിർക്കാമെന്ന് എങ്ങനെ അറിവ് കൊണ്ട്, അന്വേഷണം കൊണ്ട്, പഠനങ്ങൾ കൊണ്ട് നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം എന്ന് വ്യാസൻ പറഞ്ഞതിന്റെ മറ്റൊരു പതിപ്പ് നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്ന മഹാനായിട്ടുള്ള ഗുരു. ആ ഗുരുവിന്റെ പ്രഭാഷണ പരമ്പരയാണ് നടക്കണേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ച് അവസാനിപ്പിക്കാം എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംഘടിപ്പിക്കുന്നതിനും അതിലെ പൗരർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതിയും ചിന്തയ്ക്കും ആശയപ്രകാശത്തിനും ഉത്തമ വിശ്വാസത്തിനും മതവിശ്വാസത്തിനും ആരാധനയ്ക്കിനും ഉള്ള സ്വാതന്ത്ര്യവും സമത്വവും അവസര സമത്വവും എന്നിവയും നേടിക്കൊടുത്തതിന് പറഞ്ഞിട്ടുള്ള കുറെ കാര്യം ഉണ്ട്. അത് മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഒരു മതത്തിലും അപേക്ഷിച്ച് നിൽക്കാത്തത്, അതോടൊപ്പം നീ മതത്തിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ ഇഷ്ടം, ഇതൊക്കെ നേടിക്കൊടുക്കുന്നതിന് അവർക്കുമിടയിൽ വ്യക്തികളുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും ആഭിജാത്യവും ഉറപ്പു നൽകിക്കൊണ്ട് സാഹോദര്യം വളർത്തുന്നതിനും ഇന്ന് 1949 നവംബർ 26 ഞങ്ങളുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സഗൗരവം, അതീവ ഗൗരവത്തോടെ, മനസ്സിലായില്ലേ, അതീവ ഗൗരവത്തോടെ തീരുമാനിച്ചുള്ളതനുസരിച്ച് ഇതിനാൽ ഈ ഭരണഘടന അംഗീകരിച്ചു കൊള്ളുകയും ഇത് നിയമമാക്കി തീർത്ത് ഞങ്ങൾ തന്നെ നൽകിക്കൊള്ളുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. നിങ്ങളുടെ വീട്ടിടങ്ങളിൽ, എല്ലാ പെൺമക്കളുമുള്ള വീട്ടിടങ്ങളിൽ, എല്ലാ ചിന്താധാരയുമുള്ള മനുഷ്യരുടെ വീട്ടിടങ്ങളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വച്ചിട്ടുള്ളത് പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും നിങ്ങൾ വീട്ടിടങ്ങളിൽ എടുത്തു വച്ചിരിക്കണം. അതിന്റെ കരുത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു മതത്തിലും അപേക്ഷിച്ച് നിൽക്കാത്ത സഗൗരവത്തിൽ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചിട്ടുള്ള ആ ഒരു ഇന്ത്യൻ ഭരണഘടന തരുന്ന കരുത്തിൽ നിൽക്കുമ്പോൾ ആ കരുത്തിന് ഇങ്ങനെ വീണ്ടും 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 ആ കരുത്ത് കൂട്ടാൻ, അതിന്റെ ചുറ്റും ഇങ്ങനെ നല്ല കോൺക്രീറ്റ് ഇട്ട് വിലപ്പിക്കാൻ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കുകളെ, മനുഷ്യന്റെ ചിന്തകളെ, മനുഷ്യന്റെ പുസ്തകങ്ങളെ, മനുഷ്യൻ എഴുതിയിട്ടുള്ള ഈ ഒരു ഭഗവാൻ എഴുതിയിട്ടുള്ള കവിതകളൊക്കെയും നിങ്ങൾ വീട്ടിടങ്ങളിൽ ചൊല്ലുക മാത്രമല്ല, നിങ്ങൾ മറ്റൊരാളിനോട് പറയണം. വിശ്വപൗരനായി, വിശ്വ ചിന്താധാരയുള്ള ഗുരുവായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഗുരു പറഞ്ഞു തന്നതൊക്കെയും മനുഷ്യനെ കോർത്തുപിടിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും എന്റെയും നിന്റെയും അവന്റെയും സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിന് ഒരേ നിറമാണ് എന്ന് പഠിപ്പിക്കാനും കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ: നമുക്ക് പനി വരില്ലേ അമ്മ? പനി വരുമ്പോഴത്തേക്കും നമ്മൾ ആശുപത്രിയിൽ പോവും. ആശുപത്രി ചെല്ലുമ്പം നമുക്ക് പനിക്കൊരു ഗുളിക തരും. എന്താ ഗുളിയുടെ പേരെന്താ? നമുക്ക് പനിക്കൊരു ഗുളിക തരൂല്ലേ? ഗുളിയുടെ പേരെന്താ? പാരസെറ്റമോൾ അല്ലേ? അവിടെ ചിലപ്പോൾ ഹിന്ദു പാരസെറ്റമോൾ, ക്രിസ്ത്യൻ പാരസെറ്റമോൾ, ഇസ്ലാം പാരസെറ്റമോൾ, നാടാർ പാരസെറ്റമോൾ, നായർ പാരസെറ്റമോൾ, ഈഴവ പാരസെറ്റമോൾ, പുലയർ പാരസെറ്റമോൾ ഒന്നും പറഞ്ഞു വെച്ചിട്ടില്ലെന്ന്. നമുക്കൊക്കെ ഒരു ഗുളികയാകുക നമ്മൾ എങ്ങനെയാണ്? ഇത് കുറച്ചുകൂടി മനോഹരമായി ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ഗുളിക കഴിക്കുകയിൽ? നമുക്ക് ആഹാരം കഴിച്ച് എന്തിനു മാറും അമ്മ? എന്തിനു മാറും? മഞ്ഞ ഉടുപ്പിട്ട് വന്നിരിക്കുന്ന അമ്മ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറില്ലേ? അപ്പുറത്തെ ഇസ്മയിലിന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദാഹമാണ് മാറുക. അങ്ങനെ അല്ലെന്ന്. നമുക്ക് എല്ലാ മനുഷ്യരും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറും, അതോടൊപ്പം തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹവും മാറും. ഇന്ന് എനിക്ക് അമ്മമാരോടാണ്, എൻ്റെ കുറച്ചൊക്കെ ഇങ്ങനെ വളരെ സാഹൂതം കേട്ടിരിക്കുന്ന എൻ്റെ അമ്മമാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. അമ്മേ, നമ്മളൊക്കെ 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചവരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ആണായിട്ടുള്ള ഒരാളിന് ഒരു കുഞ്ഞു ഉരുവം കൊള്ളുന്നത് ഒരിക്കലും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഭയങ്കര അസൂയാണ്, കുശുമ്പാണ്, കുന്നായ്മയാണ്. കാരണം ഒരിക്കലും ഒരു പുരുഷൻ അറിയാൻ കഴിയില്ലല്ലോ അതിൻ്റെ ആ ഉരുവപ്പെടലിനെ കുറിച്ച്. അതറിയുന്നത് അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗർഭിണിമാരായ അമ്മമാരെ കന്തം വിട്ട് നോക്കും. അപ്പോൾ ആളെന്തിനു വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കം എന്തിനാണ് ഈ പെണ്ണിന് ഇങ്ങനെ നോക്കണത്? അത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ. 10 മാസം കഴിഞ്ഞ് പ്രസവിക്കാൻ വേണ്ടി നിൽക്കുക. 10 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമാസമാണ്. ഒരു ആർത്തവകാലം മുതൽ അടുത്തൊരു ആർത്തവകാലം വരെയുള്ള ചന്ദ്രമാസം. കുട്ടി ഇങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന 10 മാസം കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ പ്രസവിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ ചേട്ടനോട് ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, 2 കുപ്പി ബ്ലഡ് സംഘടിപ്പിച്ച് വെച്ചോ എന്ന് പറയും അല്ലേ? ഗ്രൂപ്പും കൂടി പറഞ്ഞു കൊടുക്കും. ഉടൻ തന്നെ നമ്മളിവിടെ വെച്ച് ഇവിടുത്തെ സെക്രട്ടറി അല്ലെങ്കിൽ ഈ ചേട്ടനെ അല്ലെങ്കിൽ ആ ചേട്ടനെ അവരവരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ 2 ബ്ലഡ് സംഘടിപ്പിക്കും. എൻ്റെ കുലത്തിൽ, എൻ്റെ ജാതിയിലെ മതത്തിലൊക്കെ പറഞ്ഞത് നടക്കണ കാര്യമാണ് ബ്ലഡ് കെറ്റായി. ഇതെനിക്ക് പറയാൻ പറ്റുമല്ലേ? 10-13 കുപ്പി ബ്ലഡ് സ്വീകരിച്ചിട്ടുണ്ട് ഞാനൊരു അപകടത്തെ തുടർന്ന്.
ഏത് ജാതിക്കാരന്റെ, ഏത് മതക്കാരന്റെ, ഏത് കുലക്കാരന്റെ ബ്ലഡാണ് എന്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റിയതെന്ന് എനിക്കറിയില്ലെന്ന്. എന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ ഗ്രൂപ്പ് എനിക്കറിയാം, ഓപ്പോസിറ്റ്. ആ ഓപ്പോസിറ്റീവ് എന്ന് പറയുന്ന ബ്ലഡ് എന്റെ ശരീരത്തിലേക്ക് കയറ്റിയിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ മഹാനായിട്ടുള്ള ഭഗവാൻ യേശുദേവനെ, ഭഗവാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ ഉശിരി തന്നത് ആ 13 കുപ്പി ബ്ലഡും കൂടിയാണ്. ഏത് മതക്കാരൻ്റെ എന്ന് അറിഞ്ഞുകൂടാത്ത, ഏത് ജാതിക്കാരൻ്റെതെന്ന് അറിഞ്ഞുകൂടാത്ത ആ ബ്ലഡും സ്വീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കത് അഭിമാനത്തോടെ ആർജവത്തോടു കൂടി പറയാൻ പറ്റും. കാരണം എന്തെന്നാൽ ശ്രീനാരായണ ഗുരുവിനെ ഓർമ്മിക്കപ്പെടുന്ന, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, ശ്രീനാരായണ ഗുരുവിന്റെ ആഴത്തിൽ 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 പഠിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്ന വേദികളാണ് ഇതൊക്കെയും. സർഗവേദികളാണ്. ആ സർഗവേദികളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെ നെഞ്ചിലേറ്റിയോ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ നെഞ്ചിലേറ്റുകയും എവിടെയൊക്കെ ഇടങ്ങൾ കിട്ടുമെങ്കിലും അവിടെയൊക്കെ ഉറക്ക പറയുകയും ചെയ്യണം. കാരണം നാടിന് ആവശ്യമെന്തെന്നാൽ, മനുഷ്യന് ആവശ്യമെന്തെന്നാൽ സമാധാനമാണ്, അല്ലേ? 18 അക്ഷകുണിയേറ്റ് തുടങ്ങിയ മഹാഭാരത യുദ്ധം അവസാനം എത്ര പേര് ശേഷിച്ചെന്നറിയോ? 5 2 7 വരെ ഒരു കുടുംബത്തിൽ. 5 ആണുങ്ങൾ, പിന്നെ 2 പെണ്ണുങ്ങൾ, പിന്നെ 2 പേരും കൂടി തങ്ങി. അപ്പുറത്തുള്ള അച്ഛനും അമ്മയും, അങ്ങനെ 9 പേര്. 18 അക്ഷൗണി. ലക്ഷം വരുന്ന ഒരു അക്ഷൗണി എന്ന് പറഞ്ഞാൽ ലക്ഷത്തിലേറെ വരും. ആ ലക്ഷത്തിലേറെ വരുന്നവരുടെ യുദ്ധം തുടങ്ങി അവസാനിക്കുമ്പോഴേക്കും 2 കുടുംബത്തിലും കൂടിയായി ശേഷിച്ചവർ വെറും 9 ആണ് എന്നുള്ളതാണ്. കാലുഷ്യം കൊണ്ട്, മറ്റൊരുത്തിനോടുള്ള അസൂയ കൊണ്ട്, കുശുമ്പ് കൊണ്ട്, കുന്നായ്മ കൊണ്ട്, സ്വയം നശിക്കലല്ലാതെ. ഇപ്പോൾ ഞാൻ ഈ വർത്തമാനം പറയാണ്, നമ്മളെ ചേട്ടൻ എന്നോട് അസൂയ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങൾക്ക് എന്തിനാണ് സംഭവിക്കുന്നതെന്നറിയോ? എന്നോട് അസൂയ തോന്നിയടാ ഈ ചെറുക്കൈ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹൃദയം എങ്ങനെ ഇടിക്കും? ടിക് 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 ഇങ്ങനെ ഇടിക്കുന്ന ഹൃദയം എങ്ങനെ ഇടിക്കും? ടകടകട 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 ഇങ്ങനെ ഇടിക്കില്ലേ? സ്പീഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വിപ്പേരില്ലേ? മറ്റൊരുത്തരോട് അസൂയയും കുശുമ്പും കുന്നായ്മയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമ്മളിലാണ് ഈ BP കൂടി നമ്മളില്ലാതായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരുത്തരോട് അങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരുത്തൻ്റെ വീട്ടിലെ CCTV ആവേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ CCTV വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു CCTVയുടെ പേര് സിന്ധു ചേച്ചി, മറ്റൊരു CCTVയുടെ പേര് ഷായ് ചേട്ടൻ, വേറൊരു CCTVയുടെ പേര് പിന്നെ കമലാക്ഷി ചേച്ചി. കാരണം അവർ കൃത്യമായിട്ട് ഞാൻ എപ്പോഴും പോകണം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ചെറുക്ക എല്ലാ ദിവസവും വൈകുന്നേരം എവിടെയൊക്കെ പോയിട്ട് പറഞ്ഞ് വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലോട് ചേച്ചി, അപ്പുറത്തെ പിന്നെ മോഹനൻ ചേട്ടൻ എപ്പോഴും വന്നിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു ചേച്ചി കൃത്യമായിട്ടുള്ള സമയം പറഞ്ഞിടാ. 9 മണിക്ക് വന്ന് 9:45 പോയി. കാരണം എൻ്റെ ഇതൊക്കെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞതല്ല, ഇതൊക്കെ പറഞ്ഞ മനുഷ്യൻ ഈ ഭഗവാൻ ശ്രീനാരായണ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അന്യൻ്റെ വീടുകളിലെ CCTV ആവാതെ അന്യൻ്റെ വീടുകളിലെ കുറ്റവും കുറവും കണ്ടുപിടിക്കുക. എന്ന് വെച്ചിട്ട് ഒരു വിളി കേട്ടാൽ പോകണ്ടെന്നല്ല കേട്ടോ. അന്യൻ്റെ വീട്ടിലൊരു വിളി കേട്ടാൽ പോകണ്ടെന്നല്ല, അവൻ്റെ വീട്ടിൽ അവൻ്റെ ആവശ്യങ്ങളിലൊക്കെ ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വലിയൊരു പരിപാടിയിൽ എന്നെയും ക്ഷണിച്ചതിന്, ഇതിൻ്റെ ലീഡർഷിപ്പ് നിൽക്കുന്ന പ്രൊഫസർ ശിശുപാല പണിക്കർ സാറിനോടുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ട്, ഒരുപക്ഷെ എൻ്റെ പിന്നെ ഒരു പ്രഭാഷണം എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് കേട്ടിട്ടുള്ളത് നമ്മളെ സാറായിരിക്കും. പിന്നെ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്, അവരൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളെയൊക്കെ പുതിയ ആൾക്കാരെ കാണാനും ഇങ്ങനെ ഒരു വലിയൊരു സംരംഭം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അടുത്തൊരു പ്രഭാഷണത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങളുടെ നാടിനെക്കുറിച്ച്, ഈ നാടിൻ്റെ കരുതലിനെക്കുറിച്ച്, ഈ നാട് ചെയ്യുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സാംസ്കാരികതയെക്കുറിച്ച് പറയട്ടെ. ഇങ്ങനെയുള്ള സാംസ്കാരിക ഇടങ്ങളാണ് നമ്മുടെ നാട്ടിടങ്ങളിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് നാട്ടിടങ്ങളിൽ ഇത്തരത്തിൽ സാംസ്കാരിക ഇടങ്ങൾ ഒരുക്കുകയും പുതിയ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായി നിങ്ങൾ പഠിക്കുകയും ശരിയായ വണ്ണം ചരിത്രത്തെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ദീപ്തമായിട്ടുള്ള ഓർമ്മകൾ നമ്മൾ എല്ലാ കാലത്തും കൊണ്ടു നടക്കേണ്ടതുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം.